ഇപ്പോൾ കെ രാജൻ പുത്തുമലയിലെ ഹൃദയഭൂമി സന്ദർശിക്കുകയാണ്. ലിൻഡോ തോമസ് അവിടെയുണ്ട്. അവിടെ നിന്നും വിവരങ്ങൾ നൽകുവാനായി. ലിൻഡോ, കെ രാജനെ സംബന്ധിച്ച് ഹൃദയഭൂമി എന്ന് പറയുന്നത് ഏറെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ഈ ഒരു വയനാട് ദുരന്തമുണ്ടായ സമയത്തും ഒക്കെ അദ്ദേഹം എത്രമാത്രം ആണ് അവിടെ പ്രവർത്തിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലമൊക്കെ വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും അവിടേക്ക് തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഏത് രീതിയിലാണ് അവിടെ നടക്കുന്നത്? അല്പസമയം മുമ്പാണ് കെ രാജൻ ഇവിടെ ഈ പുത്തുമലയിൽ ഈ ഹൃദയഭൂമിയിലേക്ക് എത്തിയത്. നമുക്കറിയാവുന്ന പോലെ ദുരന്തത്തിൽ മരണപ്പെട്ടവരെ സംസ്കരിച്ചിരിക്കുന്ന ഇടമാണ് ഈ പുത്തുമല. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സൈനയടക്കം ദുരന്തത്തിൽ 3 കുട്ടികളെ നഷ്ടപ്പെട്ട സൈനയടക്കം 13 പേരാണ് ഒല്ലൂരിലെത്തി കെ രാജനെ സന്ദർശിച്ച് ആ സമയത്ത് തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം എൻ്റെ മക്കളെ അടക്കിയെടുത്തേക്ക് എത്തണമെന്ന് സൈന ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ആ സൈനയുടെ ആഗ്രഹം പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് കെ രാജൻ ഇപ്പോൾ ഈ പുത്തുമല ഹൃദയഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ സൈനയുടെ 3 കുട്ടികളെയും അടക്കം ചെയ്ത് സ്ഥലത്തെത്തി അവിടെ കളിപ്പാട്ടങ്ങളടക്കമുള്ള സാധനങ്ങൾ കൊണ്ടാണ് കെ രാജൻ എത്തിയിരിക്കുന്നത്. വളരെ വേദനാജനകമായ അല്ലെങ്കിൽ ഹൃദയതൊമ്പരപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അല്പസമയം മുമ്പ് കെ രാജൻ ഇവിടെ എത്തിയപ്പോഴുണ്ടായിരുന്നത്. ദുരന്തബാധിതരായ മറ്റു പലരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പ്രിയപ്പെട്ടവർ സംസ്കരിച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കെ രാജൻ സന്ദർശിക്കുകയും അവരോട് കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയും ചെയ്തു. നമ്മൾ പറയുന്നത് പോലെ തന്നെ ദുരന്തമുണ്ടായ കാലം മുതൽ ഇന്ന് വരെ ഈ ദുരന്തബാധിതരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ഒരാളാണ് കെ രാജൻ. ഓരോ ദുരന്തബാധിതരെയും അവരുടെ മാനസിക സംഘർഷങ്ങളെക്കുറിച്ച്, അവരുടെ സാമ്പത്തിക സാമൂഹികമായ പ്രശ്നങ്ങളെക്കുറിച്ച് എല്ലാത്തിനെ പറ്റിയും കൃത്യമായ ധാരണയുള്ള, ഓരോരുത്തരെയും പേരെടുത്ത് കഴിയുന്ന രീതിയിൽ എല്ലാവരോടും അടുപ്പമുള്ള ഒരാളാണ് കെ രാജൻ. അങ്ങനെ അദ്ദേഹം ഒല്ലൂരിലെ വിജയത്തിന് ശേഷം ഇപ്പോൾ പുത്തുമലയിലെത്തി ഈ ഹൃദയഭൂമിയിൽ എത്തി സൈനയോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. ശരി, എന്തായാലും ഏറെ ഹൃദ്യമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. വയനാട് ഹൃദയഭൂമിയിലേക്ക് എത്തിയിരിക്കുകയാണ് കെ രാജൻ.